കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിയിൽ പുതുപ്പള്ളി എന്ന പേരിന് സമാനതകളില്ലാത്ത ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നിയോജകമണ്ഡലം 5 പതിറ്റാണ്ടിലേറെക്കാലം ഒരേ ജനപ്രതിനിധിയെ നിയമസഭയിലേക്ക് അയച്ച ചരിത്രമുള്ള അപൂർവം മണ്ഡലങ്ങളിലൊന്നാണ്. 1957 മണ്ഡലം രൂപീകൃതമായ നാൾ മുതൽ ഇന്നുവരെ നടന്ന തിരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ മാറ്റങ്ങളും കേരളത്തിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ഗതിവിഗതികളെ പലപ്പോഴും പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. 1970 മുതൽ 2023 വരെ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ അതികായൻ പ്രതിനിധീകരിച്ച ഈ മണ്ഡലം അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിലൂടെ പുതിയൊരു നേതൃത്വത്തിലേക്ക് മാറി. വരാനിരിക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ സ്ഥിതി വിവരക്കണക്കുകളും വികസന സാധ്യതകളും സാമുദായിക സമവാക്യങ്ങളും പരിശോധിക്കുമ്പോൾ സങ്കീർണവും എന്നാൽ വ്യക്തവുമായ ചില ചിത്രങ്ങൾ തെളിഞ്ഞുവരുന്നു. പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഭൂമിശാസ്ത്രപരമായി മലനാടിനും ഇടനാടിനുമിടയിലുള്ള സവിശേഷമായ ഭൂപ്രകൃതിയാണ് ഈ പ്രദേശത്തിനുള്ളത്. റബ്ബർ കൃഷിക്ക് പ്രാധാന്യമുള്ള മേഖലകളും നഗരവൽക്കരിക്കപ്പെട്ട ഗ്രാമങ്ങളും ചേർന്നതാണ് ഈ മണ്ഡലം. സാംസ്കാരികമായി നോക്കിയാൽ പുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളും ഇവിടുത്തെ സാമൂഹിക ഐക്യത്തിന്റെ അടയാളങ്ങളാണ്. മണ്ഡലത്തിന്റെ സാക്ഷരതാ നിരക്ക് 98.02%. ഇത് കേരളത്തിന്റെ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഈ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം വോട്ടർമാരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം, IHRD ക്യാമ്പസ്, MG സർവകലാശാലയുടെ പാരാമെഡിക്കൽ വിദ്യാലയങ്ങൾ, RIT ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ നിർണായക പങ്കുവഹിക്കുന്നു. പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ആകെ 8 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഇതിൽ 7 പഞ്ചായത്തുകൾ കോട്ടയം താലൂക്കിലും ഒരെണ്ണം ചങ്ങനാശ്ശേരി താലൂക്കിലുമാണ് ഉൾപ്പെടുന്നത്. ഓരോ പഞ്ചായത്തിന്റെയും രാഷ്ട്രീയ ചായ്വും വികസന നിലവാരവും പരിശോധിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കാൻ അത്യന്താപേക്ഷിതമാണ്. 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇനി പറയുന്നു. 1. അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം താലൂക്കിൽ ഉൾപ്പെടുന്ന അകലക്കുന്നം പഞ്ചായത്ത് മണ്ഡലത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഇവിടെ 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDF വ്യക്തമായ മേൽക്കൈ നേടി. ആകെ പോൾ ചെയ്ത 11,681 വോട്ടുകളിൽ UDF 5,377 വോട്ടുകൾ നേടിയപ്പോൾ LDFന് 4,427 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. നായർ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഇവിടെ ശക്തമായ സ്വാധീനമുണ്ട്. 2. അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത്. മണ്ഡലത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പഞ്ചായത്താണ് അയർക്കുന്നം. രാഷ്ട്രീയമായി ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ UDFന് വലിയ ബഹുമതി നൽകുന്ന പ്രദേശമാണിത്. 2025 ഇവിടെ 19,525 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. ഇതിൽ UDF 8,588 വോട്ടുകൾ നേടി വലിയ ലീഡ് നിലനിർത്തി. LDF 6,546 വോട്ടുകളും NDA 3,528 വോട്ടുകളും ഇവിടെ നേടി. 3. കൂറോപ്പട ഗ്രാമപഞ്ചായത്ത്. കൂറോപ്പടയിൽ രാഷ്ട്രീയ മത്സരം പലപ്പോഴും കടുത്തതാണ്. ഇടത് വലത് മുന്നണികൾ തമ്മിൽ വോട്ട് വിധേയത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത പഞ്ചായത്തുകളിൽ ഒന്നാണിത്. 2025 കണക്കുകൾ പ്രകാരം UDF 6,104 വോട്ടുകൾ നേടിയപ്പോൾ LDF 5,942 വോട്ടുകൾ നേടി തൊട്ടു പിന്നിലെത്തിയതായി കാണാം. NDAയുടെ 3,763 വോട്ടുകൾ ഇവിടെ നിർണായകമാണ്. 4. മണർക്കാട് ഗ്രാമപഞ്ചായത്ത്. തീർത്ഥാടന ടൂറിസത്തിനും റബ്ബർ വ്യാപാരത്തിനും പേരുകേട്ട മണർക്കാട് UDFന്റെ ശക്തമായ കോട്ടയാണ്. പ്രശസ്തമായ മണർക്കാട് പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 UDF 7,613 വോട്ടുകൾ നേടിയപ്പോൾ LDFന് 5,499 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ വോട്ടുകൾ ഇവിടെ രാഷ്ട്രീയ വിധി നിർണയിക്കുന്നു. 5. മീനടം ഗ്രാമപഞ്ചായത്ത്. മണ്ഡലത്തിലെ വിസ്തൃതി കുറഞ്ഞ പഞ്ചായത്തുകളിൽ ഒന്നാണെങ്കിലും മീനടം രാഷ്ട്രീയമായി സജീവമാണ്. ഇവിടെ ഗവൺമെന്റ് സ്കൂളുകളും വായനശാലകളും കേന്ദ്രീകരിച്ച് വ്യാപകമായ ജനകീയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. 2025 കണക്കുകൾ പ്രകാരം UDF 4,348 വോട്ടുകളും ഇവിടെയുണ്ട്. ഇത് LDFന്റെ 3,422 വോട്ടുകളേക്കാൾ വ്യക്തമായ ബഹുമതിയാണ്. 6. പാമ്പാടി ഗ്രാമപഞ്ചായത്ത്. മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്ന പഞ്ചായത്താണ് പാമ്പാടി. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന പ്രദേശവും കൂടിയാണിത്.
2025 UDF 11,813 വോട്ടുകൾ നേടി ഇവിടെ റെക്കോർഡ് ലീഡ് ഉയർത്തി. LDFന് 8,090 വോട്ടുകൾ മാത്രമേ ഇവിടെ ലഭിച്ചുള്ളൂ. 7. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. മണ്ഡലത്തിന്റെ ആസ്ഥാനമായ പുതുപ്പള്ളി സെൻസസ് ടൗൺ സ്റ്റാറ്റസ് ഉള്ള ഒരു മേഖലയാണ്. ഉമ്മൻചാണ്ടിയുടെ വീടും സെന്റ് ജോർജ് പള്ളിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 2025 UDF 8,752 വോട്ടുകൾ നേടിയപ്പോൾ LDFന് 5,496 വോട്ടുകളാണ് ലഭിച്ചത്. NDA ഇവിടെ 2,507 വോട്ടുകൾ നേടി സാന്നിധ്യമറിയിച്ചു. 8. വാകത്താനം ഗ്രാമപഞ്ചായത്ത്. ചങ്ങനാശ്ശേരി താലൂക്കിൽ ഉൾപ്പെടുന്ന ഈ പഞ്ചായത്ത് മണ്ഡലത്തിലെ ഏക ഔട്ട്ലെയർ പഞ്ചായത്താണ്. രാഷ്ട്രീയമായും സാമുദായികമായും ഏറെ സങ്കീർണമാണ് ഇവിടുത്തെ നിലപാടുകൾ. 2025 19,509 വോട്ടുകൾ പോൾ ചെയ്തതിൽ UDF 9,543 വോട്ടുകൾ നേടി. LDF 7,670 വോട്ടുകൾ നേടി ഇവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. പുതുപ്പള്ളി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ സാമുദായിക ഘടകങ്ങൾ നിർണായകമാണ്. മധ്യ തിരുവിതാംകൂറിലെ മറ്റു മണ്ഡലങ്ങളെപ്പോലെ ഇവിടെയും ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങളാണ് ഭൂരിപക്ഷം. മുസ്ലിം ജനവിഭാഗം ഇവിടെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ വിഭാഗങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കും യാക്കോബായ സുറിയാനി സഭയ്ക്കും മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം ദേവലോകം കോട്ടയത്താണെങ്കിലും പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളി ആത്മീയ കേന്ദ്രമായി നിലകൊള്ളുന്നു. അതുപോലെ മണർക്കാട് പള്ളി യാക്കോബായ വിശ്വാസികളുടെ ഉരുക്കുകോട്ടയാണ്. ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ NSS, SNDP എന്നീ സംഘടനകളുടെ നിലപാടുകൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാറുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾ ഏകദേശം 4.4% വരും. ഇത് പല വാർഡുകളിലും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പ്രാപ്തമാണ്. MLA ചാണ്ടി ഉമ്മൻ പ്രവർത്തനാവലോകനം 2023-2026. 2023 ഉപതെരഞ്ഞെടുപ്പിൽ പിതാവായ ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് ഭൂരിപക്ഷവും തകർത്ത് 37,719 വോട്ടുകൾക്കാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചത്. തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കാലയളവിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചാണ്ടിയുമ്മന്റെ പ്രവർത്തന ശൈലിയിൽ പിതാവിന്റെ ജനകീയതയും പുതിയ തലമുറയുടെ സാങ്കേതിക തികവും കലർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. ഭവന നിർമ്മാണ പദ്ധതികൾ. അർഹരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി വരുന്നു. ഇത് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ജനസമ്പർക്ക പരിപാടികൾ. ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് എല്ലാ ദിവസവും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ അദ്ദേഹം തന്റെ ഓഫീസ് ക്രമീകരിച്ചിട്ടുണ്ട്. പരാതികൾക്ക് ഉടനടി പരിഹാരം കാണുന്നതിനായുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളും അദ്ദേഹം ഏർപ്പെടുത്തി. അടിസ്ഥാന സൗകര്യ വികസനം. കുടിവെള്ള പദ്ധതികൾക്കായി തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വലിയൊരു തുക അദ്ദേഹം അനുവദിച്ചു. സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹം മുൻഗണന നൽകി. വെല്ലുവിളികളും കോട്ടങ്ങളും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ചിലപ്പോഴൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ ബിംബവുമായി തന്നെ വോട്ടർമാർ നിരന്തരം താരതമ്യം ചെയ്യുന്നത് ചാണ്ടിയുമ്മനെ വലിയൊരു വെല്ലുവിളിയാണ്. പിതാവിന്റെ നിഴലിൽ നിന്ന് മാറി സ്വന്തമായൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ അദ്ദേഹം പരിശ്രമിക്കേണ്ടി വരുന്നു. മണ്ഡലത്തിൽ കഴിഞ്ഞ 50 വർഷമായി കാര്യമായ വികസനം നടന്നിട്ടില്ല എന്ന LDFന്റെ പ്രചാരണം വോട്ടർമാരിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ മറികടക്കുക എന്നത് വലിയൊരു ദൌത്യമാണ്. KM രാധാകൃഷ്ണൻ, LDF, CPIM. സംസ്ഥാന കമ്മിറ്റി അംഗമായ KM രാധാകൃഷ്ണനെയാണ് LDF പുതുപ്പള്ളി പിടിച്ചെടുക്കാൻ രംഗത്തിറക്കുന്നത്. മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ജെയ്ക് സി തോമസ് കാഴ്ചവെച്ച പോരാട്ടം KM രാധാകൃഷ്ണനിലൂടെ വിജയത്തിലെത്തിക്കാമെന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. മണ്ഡലത്തിലെ താഴെത്തട്ടിലുള്ള പാർട്ടി സംവിധാനങ്ങൾ ഇദ്ദേഹത്തിനായി ശക്തമായി പ്രവർത്തിക്കുന്നു. രവീന്ദ്രനാഥ് വാകത്താനം, NDA. BJP സംസ്ഥാന നേതാവായ രവീന്ദ്രനാഥ് വാകത്താനമാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണവും മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഇദ്ദേഹം വോട്ട് തേടുന്നത്. വാകത്താനം പഞ്ചായത്തിലെ ഇദ്ദേഹത്തിന്റെ പ്രാദേശിക സ്വാധീനം BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. ജയസാധ്യതകളും രാഷ്ട്രീയ ട്രെൻഡുകളും ഒരു AI അവലോകനം. പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ 2026 ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കാമെങ്കിലും പ്രധാന പോരാട്ടം UDFും LDFും തമ്മിലായിരിക്കും. നിലവിലെ വോട്ട് വിഹിതവും രാഷ്ട്രീയ സാഹചര്യങ്ങളും വിശകലനം ചെയ്യുമ്പോൾ താഴെ പറയുന്ന ജയസാധ്യതകളാണ് തെളിയുന്നത്. സ്ഥാനാർത്ഥി, മുന്നണി, ജയസാധ്യത ശതമാനത്തിൽ. ചാണ്ടിയുമ്മൻ, UDF 55% മുതൽ 60% വരെ. KM രാധാകൃഷ്ണൻ, LDF 32% മുതൽ 38% വരെ. രവീന്ദ്രനാഥ് വാകത്താനം, NDA 8% മുതൽ 12% വരെ. നിലവിലെ രാഷ്ട്രീയ ട്രെൻഡുകൾ.
1. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്വാധീനം. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും UDF ലീഡ് നേടിയത് ചാണ്ടിയുമ്മന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. 8 പഞ്ചായത്തുകളിലായി ആകെ 14,046 വോട്ടുകളുടെ ലീഡ് UDFനുണ്ട്. 2. യുവാക്കളുടെ നിലപാട്. പുതിയ വോട്ടർമാർക്കിടയിൽ ചാണ്ടിയുമ്മന്റെ പ്രവർത്തന ശൈലിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നേരിട്ടുള്ള ഇടപെടലുകളും യുവാക്കളെ ആകർഷിക്കുന്നു. 3. സാമുദായിക ഏകീകരണം. ക്രൈസ്തവ സഭകൾക്കുള്ളിലെ തർക്കങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ തീരുമാനങ്ങളെ ബാധിക്കാറുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ പരമ്പരാഗതമായി UDFനാണെങ്കിലും ചില മേഖലകളിൽ LDFും ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ ഭൂമിക ഇന്നും ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ നിഴലിലാണ്. ചാണ്ടിയുമ്മൻ ആ പാരമ്പര്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതായാണ് നിലവിലെ ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും KM രാധാകൃഷ്ണൻ എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ LDF സർവ്വസജ്ജമാണ്. രവീന്ദ്രനാഥ് വാകത്താനം BJPക്ക് എത്രത്തോളം വോട്ട് വർദ്ധിപ്പിക്കുന്നു എന്നതും ജയപരാജയങ്ങളിൽ നിർണായകമാകും. ഈ രാഷ്ട്രീയ അവലോകനം ലഭ്യമായ വിവരങ്ങൾ, മുൻകാല തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ, 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ട്രെൻഡുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നതിനാൽ ഈ പ്രവചനങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വോട്ടർമാർ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രകടന പത്രികകളും മുൻകാല പ്രവർത്തനങ്ങളും വിലയിരുത്തി സ്വന്തം തീരുമാനമെടുക്കേണ്ടതാണ്. കൂടുതൽ രാഷ്ട്രീയ അവലോകനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.